സങ്കീർത്തനങ്ങൾ 111:11 യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനവും ധൈര്യവും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ലഭിക്കുന്നു. ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നു. പ്രത്യാശയോടുള്ള ജീവിതം നയിപ്പാൻ, എല്ലാറ്റിലും ദൈവിക കരുതൽ അനുഭവിക്കാനും ഇടയാക്കുന്നു. ദൈവവുമായുള്ള ബന്ധം ശക്തമാക്കുവാൻ വചനം നമ്മെ സഹായിക്കുന്നു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. അത് ജീവന്റെ ഉറവാകുന്നു. മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകുന്നു. ജീവഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവന് നേരിടുകയില്ല. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടായിരിക്കുക. അത് ആയുസ്സിനെ ദീർഘമാക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. യോഹന്നാൻ 15:7 പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവവചനത്തിൽ ആശ്രയിക്കാം. അത് നമ്മുടെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുമാറാകട്ടെ. ആമേൻ.